നദീതീര ശുചീകരണ ദിനത്തിൽ പുഴക്കടവ് ശുചീകരിച്ചു. ലക്ഷ്മി നാരായണ സരസ്വതി വിദ്യാമന്ദിരത്തിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വിദ്യാലയ സമിതി പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് പുലാപ്പറ്റ കോരമൺകടവ് ശുചീകരിച്ചത്. നദീതീര ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി നടന്നത്. സ്വച്ഛതീരം, സുരക്ഷിത നദി എന്നീ ആശയത്തിൽ വിദ്യാർത്ഥികൾ പുഴക്കടവിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശുചീകരിച്ചു. ജലാശയങ്ങളും വൃക്ഷങ്ങളും പ്രകൃതിയുടെ വരദാനമാണെന്നും അവ സംരക്ഷിക്കുമെന്നും പ്രതിജ്ഞയെടുത്തു. സ്കൂൾ പ്രധാന അധ്യാപകൻ പി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ സമിതി സെക്രട്ടറി പി എസ് സജീവ് കുമാർ അധ്യക്ഷനായി. പി സി ഷീബ, വി എസ് ചിത്ര, നിത്യ കുളങ്ങര, ബിനുമോൾ എന്നിവർ സംസാരിച്ചു. ചേച്ചിമാരെ, വിദ്യാലയ സമിതി അംഗങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഇന്ന് സവിശേഷമായിട്ടുള്ളൊരു ദിനം ആചരിക്കുകയാണ്. ആ ദിനത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. സ്വച്ഛ് തീരം സുരക്ഷിത സമുദ്രം. സ്വച്ഛ് തീരം സുരക്ഷിത സമുദ്രം. അതായത് നദികൾ നമ്മളുടെ സമ്പത്താണ്. പല ജീവികളുടെയും ആവാസ കേന്ദ്രമാണ് സമുദ്രം. ജലമില്ലാതെ, സമുദ്രമില്ലാതെ, നദികളില്ലാതെ ഭൂമി ദേവി അനുഗ്രഹീതയല്ല. ജലം അമൂല്യമാണ്. അത് പാഴാക്കി കളയരുത്, നശിപ്പിക്കരുത് എന്നുള്ള ആ മുദ്രാവാക്യം, മോട്ടോ എപ്പോഴും നമ്മൾ പറയുന്നതാണ്. എന്നാൽ നമ്മുടെ നദികളുടെ അവസ്ഥ ഇന്ന് നോക്കുകയാണെങ്കിൽ പരമ ദയനീയമാണ്. പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും മറ്റ് എല്ലാ അസംസ്കൃത വസ്തുക്കളും തള്ളുന്ന, വലിച്ചെറിയുന്ന ഒരു സംഭരണ കേന്ദ്രമായി മാറി നദികളും സമുദ്രങ്ങളും. സമുദ്രം നശിച്ചാൽ, നദികൾ നശിച്ചാൽ മാനവരാശിക്ക് നിലനിൽപ്പില്ല. സമുദ്രം അത്രമാത്രം വലുതാണ്. നമുക്ക് കുടിക്കുവാനുള്ള ജലം, നമ്മുടെ ശരീരം പഞ്ചഭൂത നിർമ്മിത ഒരു ഘടകം ജലമാണ്. നമ്മുടെ ശരീരത്തെ ജലം നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർമാർ പറയും. എവിടെ നിന്ന് വെള്ളം കിട്ടുന്നു? ഈ നദികൾ ജലത്തിൻ്റെ സ്രോതസ്സാണ്, ഉറവിടമാണ്. അതുകൊണ്ട് തന്നെ നദികൾ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാം കടമയും കർത്തവ്യവും ആണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നദികളുടെ പ്രാധാന്യത്തെക്കുറിച്ച്, സമുദ്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാകണം. നമ്മുടെ ബഹുമാനായിട്ടുള്ള ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ആദ്യം തുടങ്ങിയത് പുണ്യനദിയായ ഗംഗാ നദിയെ ശുചീകരിച്ചുകൊണ്ടായിരുന്നു. അദ്ദേഹം പോലും ആ ശുചീകരണ വേളയിൽ, ശുചീകരണ പ്രവർത്തനത്തിൽ അദ്ദേഹം ഇടപെട്ടു, അദ്ദേഹം പങ്കുചേർന്നു. ഇന്ന് ഗംഗ പുണ്യനദിയായി. മറ്റത് ഗംഗയിൽ കൂടി അസ്ഥി കഷ്ണങ്ങളും എല്ലുകളും ഒക്കെ ശവശരീരങ്ങൾക്ക് ഒഴുകി വരുന്ന ആ നദി ഗംഗ ഇന്നതിൻ്റെ പരിശുദ്ധിയിലാണ്. ചേട്ടൊരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.